നിങ്ങളുടെ ചെടി ഇരിക്കുന്നിടത്ത് വെള്ളം കയറിയാൽ അടിയനത്തെ രക്ഷിക്കാനുള്ള ഒരു സിമ്പിൾ വഴി പറഞ്ഞുതരാം. കേരളത്തിൽ അതിശക്തമായ മഴയാണ്, പലയിടങ്ങളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 1-2 കസ്റ്റമർ വിളിച്ചിട്ട് എങ്ങനെയാണ് ചെടി ഒന്ന് സംരക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെടിയിരിക്കുന്ന ഭാഗത്ത് വെള്ളം കയറിയോ പൂർണ്ണമായ മഴയിൽ നിന്ന് സംരക്ഷിക്കാനോ ഈ മാർഗ്ഗം ഉപയോഗിക്കാവുന്നതാണ്. ഈ അറാബിക്കം മഴയത്തിരുന്നാണ്, ഇതിൻ്റെ ലീഫൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് പിഴുത് മാറ്റാൻ പോവുകയാണ്. ഈ ചെടി നമ്മൾ പിഴുതെടുക്കുകയാണ്. മാക്സിമം വേരൊന്നും പൊട്ടിപ്പോവാതെ നല്ല രീതിയിൽ പിഴുതെടുക്കണം. ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. മാക്സിമം വേരൊന്നും പൊട്ടാതെ ഈ മണ്ണെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇത് നമ്മൾ നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുകയാണ്. ഈ പ്ലാന്റ് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലീഫെല്ലാം കൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം. പിന്നെ ഇതിൻ്റെ വേറെ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സാഫ് പുരട്ടി കൊടുക്കണം. ഈ പ്ലാന്റിനെ നമ്മൾ എവിടെയെങ്കിലും വെള്ളം വീഴാത്തടത്ത് കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു 6 മാസത്തോടെ ഇത് കേടാവാതെ കിടക്കും. ഇത് സേഫായിട്ടുള്ളൊരു മാർഗ്ഗമാണെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. നമ്മുടെ ചെടികളിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് പ്ലാന്റ്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. മഴയും വെള്ളപ്പൊക്കം കാരണം ബുദ്ധിമുട്ടുന്ന ഒത്തിരി ചെടിപ്രേമികളുണ്ടാവും. അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടിപ്സ് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.